ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻസ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഒരു എനർജി എന്താണെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. എന്താണ് ഈ വ്യക്തി ഇപ്പോൾ ആ എനർജിയിലുള്ളത്, ഏത് ഒരു എനർജിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്, അവരുടെ സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജീസ് ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജീസ് ഓഫ് യുവർ പേഴ്സൺ. Current situation and energies of your person. Current situation and current energy of your person. Current situation and current energy. Okay. മാൻ ഹോൾഡിങ് എ ഹേർട്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു മസ്കുലിൻ എനർജിയാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ, നിങ്ങൾ മനസ്സിലിപ്പോൾ ചിന്തിച്ചിരിക്കുന്ന പേഴ്സൺ, നിങ്ങൾക്കുള്ള പ്രണയം അത്രയും തീവ്രമായിട്ട് തന്നെ അവരുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അവരുടെ പ്രണയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അതായത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ആയൊരു സാഹചര്യമാണ് കാണുന്നത്. പക്ഷേ അവർ സൈലൻ്റ് ആണ്. അതായത് യാതൊരു ആക്ഷൻ എടുക്കുന്നില്ല. അവർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടാവില്ല. യാതൊരു വിധത്തിലുമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഈ വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ട് പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സ്റ്റോപ്പായി പോയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ആ ഒരു പ്രണയം ഇപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മേ ബി അതിൻ്റെ ഒരു റീസൺ ഈ ഒരു റീഡിങ്ങിൽ തന്നെ അറിയാൻ പറ്റുമായിരിക്കാം. ഓക്കെ, അവർ എന്തോ ചില സ്ട്രഗിൾസിലാണുള്ളത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ വ്യക്തിയെ മറ്റൊരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നതിൽ ഒപ്പോസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. മേ ബി അതൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ തന്നെ ഒപ്പോസിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസ് ഇവിടെ ഇപ്പോൾ ഇല്ലയെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യെസ്, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ടുള്ള ബന്ധമാണ്. വളരെ കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അത് മാനസികമായിട്ട് രണ്ടുപേരെ ഒരുപാട് തകർത്തിരിക്കുന്നുവെന്നും കാണുന്നുണ്ട്. ഈ വ്യക്തിയുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഓടിയണയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരിപ്പോൾ നിങ്ങളുമായിട്ട് ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആണ് ആദ്യത്തെ ശ്രമം അവർ നടത്തുക എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും വേസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെങ്കിലും തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അതിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ആ ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ മാറിപ്പോകുമെന്നുള്ള, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജി ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുമെന്ന് തന്നെയാണ് കാണുന്നത്. സോ നിങ്ങൾ പ്രാർത്ഥിക്കുക, ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അത്രയും ഡീപ്പായിട്ട് തന്നെ ശ്രമിക്കുക. ഓക്കെ, പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിലൂടെ ഒക്കെയും നിങ്ങൾക്കതിന് സാധിക്കുമെന്ന് മനസ്സിലാക്കാം.
ആൻഡ് നെക്സ്റ്റ്, ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസിൽ നിന്നുള്ള ഒരു ബ്ലെസ്സിങ്സ് ഈ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പവർ ഈ വ്യക്തിക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു സമയം വരെയും അവർ ഒരുപാട് ഒപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളാണ് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോഴുള്ളത്. മേ ബി അവർ ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ കുറേ അധികം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങളെ അതിജീവിച്ച് വരാനായിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കൂടുതൽ പേരും അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ തുടരുന്നത് എന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും നമുക്ക് ആ ഒരു എനർജി വരുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് നമുക്ക് ആ ഒരു പാത്ത് മാത്രമാണ് നിങ്ങളെ ഒന്നിപ്പിക്കാനുള്ള ഏക മാർഗമായിട്ട് കാണുന്നത്. നിങ്ങളുടെ പേഴ്സണും ഓൾറെഡി സ്പിരിച്വലി അവേക്കൻഡ് ആണെന്നാണ് കാണുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിലേക്ക് തന്നെ പോവുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു ശക്തിയായിരുന്നാലും അതിനെ മുറുകെ പിടിക്കുക. ആ ഒരു ശക്തിയിൽ തന്നെ ട്രസ്റ്റ് ചെയ്യുക. ഇനി യൂണിവേഴ്സിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത് എല്ലാത്തിനും അതീതമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് പലതരത്തിലെ അനുഭവങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സറണ്ടർ ചെയ്ത് കൊടുക്കുക. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഡിവൈൻ എന്നുള്ള ആ ഒരു ഡിവൈൻ മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾ പറയാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം അലിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു മൊമെൻറ്റിൽ തന്നെയും കുറച്ച് പേർക്കെങ്കിലും ആ എനർജിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാടധികം ചിന്തിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങളാലേ അവരൊരു ടൈഡപ്പ് സിറ്റുവേഷനിൽ തന്നെയാണ്. പക്ഷേ അവർക്ക് ചിന്തകൾ മുഴുവനും നിങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു സാഹചര്യം അതിജീവിച്ച് അവർ കടന്ന് നിങ്ങളുടെ അരികിൽ വരുമ്പോൾ നിങ്ങളവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള അത്യധികമായിട്ടുള്ള ചിന്ത ഈ വ്യക്തിയിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവർക്ക് ആ സാഹചര്യം എന്താണെന്ന് പോലും നിങ്ങളോട് പറയാൻ കഴിയുന്നില്ല. ഓക്കെ, ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി അവർ ഇപ്പോൾ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലാവുന്ന സമയത്തും നിങ്ങളെ സീക്രട്ടായിട്ട് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അവരുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലൊരു മുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടാവുന്നെങ്കിൽ അത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ അത് പറയാൻ പറ്റുന്നുണ്ട്. നിങ്ങളറിയുന്നില്ല അവരുടെ സ്നേഹം എന്താണ്, അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ സെപ്പറേഷനിലാണ്, കാണാൻ പറ്റുന്നുണ്ടാവില്ല. എങ്കിൽ പോലും അവർ നിങ്ങൾ പോലും അറിയാതെ ഇപ്പോഴും ഡീപ്പായിട്ട് തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു സമയത്തോടകം തന്നെ നിങ്ങളും ഈ പേഴ്സണുമായിട്ട് കോണ്ടാക്റ്റിൽ വരും എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന മാത്രയിലായിരിക്കാം ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്ന് കാണുന്നുണ്ട്. അത് 90% ഒരുപാട് പേർക്കും അത് പോസിബിൾ ആകുമെന്ന് തന്നെയാണ് യൂണിവേഴ്സൽ എനർജി പറയുന്നത്. സോ നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റൊമാൻറ്റിക് ഡോർ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്, ആ ഒരു പോർട്ടൽ ഓപ്പൺ ആവുന്നുണ്ട്. തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിലുള്ള ഒത്തിരി പേരുടെയും പ്രശ്നങ്ങളിപ്പോൾ മാറും. നിങ്ങളുടെ സന്തോഷമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എന്താണോ ഇപ്പോൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത്. കൂടുതലും അത് റൊമാൻറ്റിക് പാത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സക്സസ് ഉണ്ടാവുമെന്നാണ് ഈ കാർഡ് വ്യക്തമാക്കുന്നത്. ആൻഡ് ഇത്രയും നാളും ഇവർ എന്ത് കാര്യത്തിനെയാണോ ഭയന്നിരുന്നത് അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ളൊരു പവർ ഈ വ്യക്തി ഏൺ ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ അവരെ തടയുന്ന കാര്യങ്ങളെ ഒന്നും ഓർത്ത് ഓവർ ടെൻസ്ഡ് ആവുന്നില്ല. അവർ വിചാരിക്കുകയാണ് എന്ത് കാര്യം സംഭവിച്ചാലും ഈ വ്യക്തിയുടെ ഈ സിറ്റുവേഷൻസ് ഒക്കെ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയെ അവർക്ക് ഓവർകം ചെയ്യുന്ന സമയത്ത് അക്കാര്യങ്ങളെല്ലാം തന്നെ അവർ അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നാണ്. ഓക്കെ, ആൻഡ് ഒരു ബ്രോക്കൺ ഹാർട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളിപ്പോൾ ആകെ തകർന്നു പോയൊരു സാഹചര്യമാണ്. അതായത് യാതൊരു വിധത്തിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വ്യക്തി നിങ്ങളെ വിട്ട് മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയതാണോ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യം നിങ്ങളോടുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോയത് എന്നുള്ളത് അതിൻ്റെ ഏകദേശമുള്ള റീസൺസ് നമുക്ക് ഇതോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇങ്ങനെ ഒരു തകർന്ന അവസ്ഥയിലേക്ക് തുടരാതിരിക്കുക.
ഓക്കെ, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. യെസ്, അപ്പോൾ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു കാർഡാണ് വന്നിട്ടുള്ളത്. 1111 അല്ലെങ്കിൽ 111 എന്നുള്ള ഏഞ്ചൽ നമ്പറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, കാരണം അത്തരത്തിലുള്ള വ്യക്തികളിൽ വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അല്ലാതെ തന്നെയും ഈ റിലേഷൻഷിപ്പിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ, അതിലും ശുഭകരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത്. ആൻഡ് യെസ്, ന്യൂ ബിഗിനിങ് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളതും വളരെ സന്തോഷം തരുന്ന കാർഡ് തന്നെയാണ്. നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പുതിയ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. യെസ്, അവർ തയ്യാറെടുത്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട്, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കാം, നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരാനായിരിക്കാം, നിങ്ങളെ നേരിട്ട് കാണാനായിരിക്കാം. എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് വിത്തിൻ 2 days ആയിരിക്കാം, അല്ലെങ്കിൽ 2 hours ആയിരിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ഡിലേ ഉണ്ടാക്കാം. സോ നിങ്ങൾ അങ്ങനെയൊന്നും നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലേക്ക് പോകാതിരിക്കുക, കാരണം ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനുണ്ട്. നമ്മുടെ തന്നെ നെഗറ്റീവ് തോട്ട്സാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നാളെ നമ്മുടെ ലൈഫിൽ അതാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരു കാര്യം യൂണിവേഴ്സൽ ലോയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ കാര്യം പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് റീഡിങ്ങിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചിന്തകളെ പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരേണ്ടത്. ആവശ്യമില്ലാത്ത വറീസ് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. അതായത് ഓവറായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കാണാത്തതായിട്ടും അറിയാത്തതായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയില്ല, ചിലപ്പോൾ ഒരാളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവരെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് പറയുകയാണ്, അവർ ചിലപ്പോൾ അങ്ങനെ ആയി കാണും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇങ്ങനെ പറ്റിക്കാണും. എങ്ങനെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക, നിങ്ങൾ കാണുന്നത് മാത്രം വിശ്വസിക്കുക. മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ചിന്തിച്ച് അതിനെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. യെസ്, ഒരു കാര്യങ്ങളെ ഓർത്തും ഓവറായിട്ട് നിങ്ങൾ വറീഡ് ആവാൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് റിപ്പീറ്റായിട്ട് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സമയമായിരിക്കുകയാണ്. സോ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു റീഡിങ് കേൾക്കുന്നവരിൽ ഒരുപാട് പേരിലും ആ മാറ്റങ്ങൾ സംഭവിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആവുക. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ അത് വളരെ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ആ ഒരു മൊമെൻറ്റ് തന്നെ നമുക്ക് എടുക്കാം. ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ ശ്വാസോച്ഛ്വാസം എടുത്ത് നിങ്ങൾ ആ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയതിന് ശേഷം സന്തോഷകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ദിവസങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ വീണ്ടും അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ദിവസം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ആൻഡ് യെസ്, ഡോട്ട് ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ് എന്നുള്ളത് നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ഹീലിംഗ് ഉണ്ടാവുകയാണ്, ഒരു സന്തോഷം ഉണ്ടാവുകയാണ്. അതിനുള്ള ഒരു പാത്ത്, അല്ലെങ്കിൽ അതിനുള്ളൊരു പാത്താണ് സ്പിരിച്വലി നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങൾ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഒരു സമയത്ത് വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെയോ ബേർഡ്സിനെയോ ഇനി റെയിൻബോ സൈൻസോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 777 എന്നുള്ള നമ്പർ, 111 എന്നുള്ള നമ്പർ റിപ്പീറ്റായിട്ട് ഈ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏഞ്ചൽ സൈൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിലൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇപ്പോഴുണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ അതിന് നിങ്ങൾക്ക് കുറച്ച് ക്ഷമയാണ് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ഓവറായിട്ട് ഒരു കാര്യങ്ങളും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓരോരോ റീസൺ കൊണ്ടാണ് ഉണ്ടാവുന്നത്.
എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു സ്റ്റോം വാർണിംഗ് സൈൻ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാം അവസ്ഥകൾ ഇപ്പോൾ മാറുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലോ ഉണ്ടായിരുന്ന സ്ട്രഗിൾസ് മാറുന്നു എന്ന് തന്നെയാണ് ഈ റിവേഴ്സ് കാർഡ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു രൂപരേഖ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ റീഡിങ് നിങ്ങൾക്ക് പലർക്കും റെസനേറ്റ് ആവാനാണ് സാധ്യത. റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.